നമസ്കാരം. AMMA അമ്മ എന്ന പേര് വിട്ട് അച്ഛന്മാരുടെ പ്രായത്തിലുള്ള കുറെ എണ്ണം അതിനകത്ത് കടന്ന് വിലസുകയാണ്. സ്ത്രീകൾക്ക് വല്ല നീതിയും കൊടുക്കുന്നുണ്ടോ? ഇല്ല. തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ അപമാനിക്കുന്നു, ആ സ്ത്രീകളുടെ വേരിനെ ചോദ്യം ചെയ്യുന്നു, പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു. എന്തുവാടേ? എല്ലാം കഴിഞ്ഞ് പൊറുതി മുട്ടി അവസാനം അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നപ്പോൾ അമ്മയുടെ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റിന് ഇതൊന്നും അറിയത്തില്ല. ശ്വേതാമേനോൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സംഭവം നടന്നതോ അല്ലെങ്കിൽ അൻസിബ പരാതിയുമായിട്ട് പോയതോ ഒന്നും ശ്വേതാമേനോൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ശ്വേതാമേനോൻ ഇത്രയും നാൾ ഉറങ്ങുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ അതിന്റെ തലപ്പത്ത് കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്? ഒരക്ഷരവും അറിയത്തില്ല. എന്നിട്ട് ഇപ്പൊ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ എന്നെ ആരാണ്ടൊക്കെ ചേർന്ന് താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനവിടെ കയറി ഇരിക്കുന്നു? ഒരു പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കുറെ ഉത്തരവാദിത്തങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രസിഡന്റ് മുഴുവൻ വളം വെച്ച് കൊടുക്കുന്നത് ഇതുപോലുള്ള അച്ഛന്മാർക്ക് വളം വെച്ചുകൊണ്ട് കൊടുത്ത് പ്രസിഡന്റ് അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അല്ലാതെ വേറെ പരിപാടിയൊന്നും പ്രസിഡന്റ് ചെയ്യുന്നില്ല. ഒരു സ്ത്രീയെ തിരിച്ച് അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ അപമാനിക്കുന്നു, ആ സ്ത്രീയെ പറ്റിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് ആ പുരുഷൻ കുറെ കുടുംബസ്ത്രീകളുടെ അവരെയൊക്കെ ഞാൻ പിന്നെ എന്താ വിളിക്കണ്ടേ, ഒരു സാരി അങ്ങോട്ട് ചുറ്റി മുടി അഴിച്ചിട്ടിട്ട് ഈ സീമന്ത രേഖയിലും നിറയെ സിന്ദൂരവും കൂടെ അങ്ങോട്ട് തേച്ച് കഴിയുമ്പോഴേക്കും അവരായി ഉത്തമ സ്ത്രീകൾ. ബാക്കിയുള്ളവരാരും ഉത്തമ സ്ത്രീകളല്ല. അവർ പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എന്നിട്ട് അവരെയും കൊണ്ടുവന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഈ ടിനി ടോമിന് നാണമില്ലേ? പ്രിയങ്കയെ പോലെ ലക്ഷ്മിപ്രിയെ പോലെ ഉള്ളവരെ വെച്ച് ന്യായീകരിക്കുകയാണ്. അതിന് ടിനി ടോമിന് നാണമില്ല. അതിൽ തന്നെ വ്യക്തമാക്കാൻ ടിനി ടോം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത്. മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് വന്ന് ന്യായീകരിക്കാൻ മാത്രമേ ടിനി ടോമിന് സാധിക്കുന്നുള്ളൂ. ഒരു സ്ത്രീയുടെ DNA വരെയാണ് ചോദ്യം ചെയ്തത്. എന്നിട്ട് ആ സ്ത്രീയെ ജിഹാദി എന്ന് വിളിച്ച് കളിയാക്കുന്നു, നാണം കെടുത്തുന്നു. ടിനി ടോമിന് പണ്ടേ ഉള്ളതാണ് ഈ കളിയാക്കലുകളും നാണം കെടുത്തലും ഒക്കെ. ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നും അല്ലല്ലോ. സ്റ്റേജിൽ കയറി നിന്നിട്ട് കാട്ടിക്കൂട്ടുന്ന വിലത്തരങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. സ്റ്റേജിൽ കയറി മിമിക്രി ആണെന്ന് പറഞ്ഞിട്ട് എന്തുവാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? കഷ്ടം. ഇത്രയൊക്കെ അപമാനിച്ചത് പോരാ, അമ്മയിൽ നിന്ന് സ്ത്രീകൾക്ക് നീതി കിട്ടത്തില്ലെന്ന് നമ്മൾ പണ്ടേ മനസ്സിലാക്കിയതാണ്. ഒരു വലിയ കേസ് നമ്മുടെ മുമ്പിലുണ്ട്, നടിയെ ആക്രമിക്കപ്പെട്ട കേസ്. അന്നേരം തന്നെ മനസ്സിലാക്കിയതാണല്ലോ. അമ്മയിലെ വലിയ വലിയ തലമുതിർന്ന അംഗങ്ങളൊക്കെ മിണ്ടാതങ്ങിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവര് മാധ്യമങ്ങളെ കാണുകയോ ഒന്നും ചെയ്യത്തില്ല. അവരങ്ങ് എസ്കേപ്പ് ആവും. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വലിയ ആത്മാർത്ഥതയോ ഒന്നും ഇല്ല. കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. പുള്ളിക്കാരി പറഞ്ഞു അമ്മയുടെ നേതൃത്വം പിരിച്ചുവിടണം, ഇതിനകത്ത് മോഹൻലാൽ ഇടപെടണം, മമ്മൂക്കി ഇടപെടണം. മോഹൻലാലും മമ്മൂക്കിയൊക്കെ ഇതിനകത്ത് ഇടപെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരിടപെടത്തില്ല. അവരെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഇമേജിന് കളങ്കം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവരിടപെടാനൊന്നും പോകുന്നില്ല. ആരും ഇടപെടാൻ പോകത്തില്ല. ഇങ്ങനെ കുറെ അപ്പൂപ്പന്മാര് കയറി ഇരിപ്പുണ്ട് നേതൃസ്ഥാനത്തെന്ന് പറഞ്ഞുകൊണ്ട്. ഫീൽഡ് ഔട്ട് ആയിട്ടും പിന്നെയും ഇങ്ങനെ മാന്തി അള്ളി കീറി പിടിച്ചു നിൽക്കുന്ന കുറെ എണ്ണം അവിടെ നിൽപ്പുണ്ട്. പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് അവസരം കൊടുക്കുകയോ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ചോദ്യം ചെയ്യുകയോ ഇതുപോലെ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്താൻ ഇപ്പോഴും അപ്പൂപ്പന്മാരുടെ പ്രായത്തിലുള്ള കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വിലസുന്നുണ്ട് അമ്മയുടെ നേതൃസ്ഥാനത്ത്. അതിലൊരാളാണ് ഈ ടിനി ടോം. അവർ പറയുന്നതാണ് ലാസ്റ്റ് വാക്ക്. അവർ പറയുന്നത് കേൾക്കാനാണ് ഇപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അവിടെ നിൽക്കുന്നത്. അൻസിബയുടെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു. എതിരഭിപ്രായം തുറന്നു പറഞ്ഞപ്പോഴേക്കും അവള് ജിഹാദിയായി, അവളുടെ DNA പ്രശ്നം, അവൾക്ക് അവിഹിതം. നാണമില്ലല്ലോ. കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത കല്യാണപ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയിട്ട് അവളെ പറ്റിയിട്ട് അപവാദം പരത്തുകയാണ്, അപവാദം പറയുകയാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ പോലീസുകാരികളെയും കൊണ്ട് അവിടെ വെച്ച് അപമാനിക്കുന്നു. എല്ലാവർക്കും എതിരെ അൻസിബ കേസുമായിട്ട് മുന്നോട്ട് പോയേക്കുവാണ്. നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഞാൻ ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരിക്കൽ പോലും സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നതിന് ശരിവെക്കുന്നതാണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് സംഘടനയല്ലല്ലോ, അതിനേക്കാളും നമ്മുടെ നാട്ടില് പോലീസും കോടതിയും ഒക്കെ ഉണ്ടല്ലോ, അതിലല്ലേ നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്. ഈ ചിന്ത തന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിലിപ്പം ടിനി ടോം ആണല്ലോ പ്രതിസ്ഥാനത്ത് വരുന്നത് അൻസിബയ്ക്കെതിരെ ഇത്രയധികം. അപ്പം എങ്ങനെയാണ് പോലീസ് കംപ്ലൈന്റ് കൊടുക്കും, എന്താണ് അത് ഒരു നടപടി ആലോചിക്കുന്നത്? അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ SIക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും ഞാൻ. കാരണം സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് വനിതാ സെല്ലിലൊക്കെ ചെല്ലുന്നത് കംഫർട്ട് ആയിരിക്കും. അൺകംഫർട്ടബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വനിതാ സെൽ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അൺകംഫർട്ടബിൾ ആയിട്ടാണ് സ്ത്രീകൾക്ക് നിൽക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ വേദനാജനകമാണ്. മലയാള സിനിമ വളർന്നു പന്തലിച്ച് ലോകപ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും മലയാള സിനിമയ്ക്ക് വരവേൽപ്പ് കിട്ടുന്നുണ്ട്, പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിലും ഇന്നും സ്ത്രീകൾക്കിവിടെ വാ തുറക്കാൻ പറ്റത്തില്ല, പുരുഷാധിപത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്ട്. മൂക്കത്ത് വിരൽ വെച്ച് പോകും. വല്ലാത്ത വൃത്തികെട്ട പരിപാടിയാണ്. എനിക്കൊന്ന് ഇന്ത്യയിലുടനീളം മിക്ക ഫിലിം ഇൻഡസ്ട്രിയിലും ഇതൊക്കെയാണ് നടക്കുന്നത്. എനിക്കൊന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇത്രയ്ക്ക് അങ്ങോട്ട് വെളിയിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തെ ഒന്നും വെളിയിലേക്ക് പോലും വരുന്നില്ല.
ഇത് ഭയങ്കര മോശമാണ്. ഇപ്പോഴും പുരുഷാധിപത്യം മാത്രം, പുരുഷന്മാർക്ക് മാത്രം നീതി കിട്ടുന്നു, പുരുഷന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സംഘടന പിരിച്ചുവിടണം. ശരിക്കും ഈ സംഘടന എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. ഈ ഒരു സംഘടന, ഈ സംഘടനയും കൊണ്ട് ഇതുവരെ നാണം കെട്ട വാർത്തകളല്ലാതെ നല്ല വാർത്തകളൊന്നും പുറത്തു വന്നതായിട്ട് ഇതുവരെയും കേൾക്കാൻ സാധിച്ചിട്ടില്ല. എന്നും പ്രശ്നമാണ്, എന്നും സ്ത്രീകൾ പോയി പരാതി നൽകലാണ്. പക്ഷെ ആ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുന്നില്ല. ഇങ്ങനെ 2-3 ദിവസം വാർത്തയായിട്ട് മാറും. അതിനുശേഷം ആ സ്ത്രീകൾ എവിടെ പോയി മറിഞ്ഞെന്ന് പോലും അറിയത്തില്ല. നിങ്ങളെല്ലാവരും വിചാരിക്കും അൻസിബയ്ക്ക് പ്രശസ്തി നേടാനാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിക്കൊണ്ട് അൻസിബയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലുള്ള തലമുതിർന്ന ആൾക്കാർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അൻസിബയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നീതി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി, നിയമത്തിന്റെ കയ്യിൽ നിന്ന് നീതി എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി എന്ന് പറയാം. അല്ലാതെ അൻസിബയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അൻസിബയ്ക്ക് വരാനിരിക്കുന്ന അവസരങ്ങൾ കൂടി ഇവരില്ലാതെയാക്കും. ഇനി സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു സാഹചര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് അൻസിബയെ പോലെയുള്ളൊരു സ്ത്രീ ഇത്രയും ഒരു റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കണം, അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കണം. ഇപ്പൊ നീനാക്കുറുപ്പ്, ഇതിനു മുമ്പ് അൻസിബയുടെ സ്ഥാനത്ത് നിന്ന് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നീനാക്കുറുപ്പ്. നീനാക്കുറുപ്പിനെ പല രീതിയിൽ ബാക്ക്വേർഡിൽ തള്ളിയിട്ടുണ്ട്. ഈ പ്രിയങ്കയെ പോലെയുള്ള, ലക്ഷ്മിപ്രിയയെ പോലെയുള്ള കുടുംബസ്ത്രീകൾ, അല്ലെന്നുണ്ടെങ്കിൽ കുലസ്ത്രീകൾ ഈ ടിനി ടോമിനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരെ സപ്പോർട്ടൊക്കെ ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ വല്ല നിലനിൽപ്പും ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പ്രിയങ്ക പറയുന്നത് കേട്ടു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണമെന്നുള്ളത്. അവിടെ വന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് നിയമപരമായി നീങ്ങിയത്. ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ നിയമത്തിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളതൊന്നും ഒരു ഉറപ്പും ഇല്ല. അപ്പോൾ ഒരു ഉറപ്പും ഇല്ലാഞ്ഞിട്ടും ഇങ്ങനെ ഒരു റിസ്ക് അവരെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരത്രയും അപമാനം സഹിച്ചിട്ടുണ്ടാകും, അവരത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും, അവരത്രയും വിഷമിച്ചിട്ടുണ്ടാകും. അപ്പൊ ടിനി ടോം പറഞ്ഞിട്ടില്ല എന്നുള്ള ന്യായീകരണം ഇവിടെ വില പോവില്ല.